മനസ്സിലായില്ല? ക്യാഷ് അതായത് ചുമ്മാ ഒരാൾ ചുമ്മാ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒളിച്ചു വന്നല്ലോ അങ്ങനെയല്ലോ ചെയ്യുന്നത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണെങ്കിൽ കൊടുക്കുമ്പോൾ അതിനായിട്ടുള്ള കറക്റ്റ് എന്തുണ്ടാവും, ഒരു പ്രൂഫ് ഉണ്ടോ, ഒരു ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടോ, അതൊന്ന് കാണിക്കാൻ വേണ്ടി പറയാം. ഒരു മാറ്റവും ഇല്ല. എന്റെ പൊന്നു ദൈവമേ, റോബിൻ എത്തിയിട്ടുണ്ട് ഒരു ലോഡ് പേപ്പറുമായിട്ട്. റോബിനെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം വേദലക്ഷ്മി പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആൾ അതിൻ്റെ തിരിച്ചു തരുന്നില്ല. ഒരു വലിയ എമൗണ്ട്, എൻ്റെ ഒരു 8 ലക്ഷം രൂപയുണ്ട്. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നുണ്ട്, അബിൽ ഉൾപ്പെടെ ഒത്തിരി സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ ഇനി ആരാടാ അവനെ വിശ്വസിച്ച് പണം കൊടുക്കുന്നത്? ഇത് തിരിച്ചു തരുന്നതിൻ്റെ ഒരു നറേറ്റീവ് ഞങ്ങൾക്ക് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകായിരുന്നു. ഇത് രാഷ്ട്രീയത്തിലോട്ട് എൻ്റർ ചെയ്തപ്പോൾ തൊട്ട് ആളൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് വാങ്ങിച്ചെടുക്കാമെങ്കിൽ വാങ്ങിച്ചോ, നിങ്ങൾ ഹണി ട്രാപ്പ് പോലുള്ള ഇതിൽ പെടുത്താൻ നോക്കുകയാണെന്നൊക്കെയുള്ളൊരു വ്യത്യസ്തമായൊരു നറേറ്റീവ് പറയാൻ തുടങ്ങി. സ്വാഭാവികം. എന്തുകൊണ്ട് അബിൽ ദേവ് കേസ് കൊടുത്തില്ല എന്ന് റോബിൻ ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി പുള്ളി തന്നെ പറയുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കിക്കേ. റോബിൻ ഇന്നത്തെ പ്രസ് മീറ്റിൽ വാദിക്കുന്ന ഒരു കാര്യം, പ്രധാനമായിട്ടും വാദിക്കുന്ന ഒരു കാര്യം, ഇവർക്ക് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നത്? ഇവർക്ക് ലീഗലായിട്ട് പോയിക്കോട്ടെ. നമ്മുടെ രാജ്യത്തെ നിയമം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു സിവിൽ കേസ് ആയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞാൽ പോലീസുകാർക്ക് എന്താ ഇത് ചെയ്യാനുള്ളത്? ഒത്തുതീർപ്പാക്കി വിടാം. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കോർട്ടിൽ നിങ്ങൾ കേസ് ഫയൽ ചെയ്യൂ എന്നേ പറയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇത് സഹായമാണ്. ഞങ്ങൾ ഫിനാൻസ് കൊടുത്തതൊന്നുമല്ല. സാമ്പത്തിക സഹായം വരുന്ന സമയത്ത് പോലീസുകാർക്ക് ഇടപെടാൻ പറ്റത്തില്ല. ഇത് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ പൈസ അദ്ദേഹത്തിന് 10 വർഷം കഴിഞ്ഞാലും നമ്മൾ നടന്നു കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. റോബിൻ ക്യാഷ് വാങ്ങിച്ചിരുന്നു, അതൊക്കെ പുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടേ. ഇങ്ങനെ വീഡിയോസ് എടുത്ത് പ്രചരിപ്പിക്കുന്ന ആൾക്കാർ എനിക്ക് ക്യാഷ് തരുമ്പോ എടുക്കത്തില്ലേ? ഞാൻ ചോദിക്കുക, അതിനുള്ള എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടാവത്തില്ലേ? ഇതേപോലെ എന്റെ വീഡിയോസ് എടുത്ത് ഇടുന്ന ആൾക്കാര് അവരാണല്ലോ ഇടുന്നത്. അപ്പൊ ഇങ്ങനെ ക്യാഷ് തന്നതായിട്ട്, എന്റെ കയ്യിൽ ക്യാഷ് തന്നതായിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ടാവണമല്ലോ. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. എനിക്ക് ചോദിക്കാനുള്ള അവരോടാണ്, റോബിന്റെ ഫാൻസ്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെ കുറേ കമൻസ് വന്നു. ഞങ്ങളുടെ റോബിൻ ചേട്ടൻ ഹീറോയാണ്, നീ വെറും സീറോയാണ് എന്നൊക്കെ. എന്തായാലും ഈ വീഡിയോസിന് വരുമല്ലോ കമൻസ്. എന്നാൽ അവരോടാണ് ഈ ചോദ്യം. നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കടം വാങ്ങി, ആ സമയത്ത് പ്രൂഫോ ചെക്കോ ഒന്നും എഴുതി കൊടുത്തിട്ടല്ലേ വാങ്ങുന്നത്. നമ്മുടെ അമ്മയുടെ കാലൊടിഞ്ഞു, അതിനെ നിന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടം വാങ്ങും. വിശ്വാസം കൊണ്ട് നമ്മൾക്ക് തരുന്നതാണ്. ആ ക്യാഷ് തിരിച്ചു ചോദിക്കുമ്പോൾ അവർ നമ്മളെ ചതിക്കുകയാണെന്നുള്ള തോന്നലുണ്ടാകുമ്പോഴാണ് തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങുന്നത്. അത് എന്താ ഫാൻസിന് മനസ്സിലാവൂ എന്ന് എനിക്കറിയത്തില്ല. വിവരമുള്ള എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അതേപോലെ എൻ്റെ ഒരു വീഡിയോ റോബിൻ്റെ അക്കൗണ്ടിൽ എടുത്തിട്ടിട്ടുണ്ട്, കുറ്റവും കുറവൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്താണെങ്കിലും റോബിൻ്റെ ഈ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്നത് ഈ സീനാ. നിങ്ങളെ ബർത്ത്ഡേട്ടാതൊന്നും എനിക്ക് നോട്ടടിയാ തൊഴിലൊന്നും. എന്റെ കൈ കാശുണ്ടേ തരുമോ? ഇല്ലാഞ്ഞിട്ട് ഉണ്ടെന്ന് തരുമോ ഇല്ലാഞ്ഞിട്ടല്ലേ? അപ്പൊ സപ്പോസ് ഉണ്ടെങ്കിലും തരില്ല. ഇങ്ങനെ വായും പൊളിച്ചാർന്നാൽ എവിടുന്ന് ഉണ്ടാവും?